ചേട്ടാ പാൻ ഇന്ത്യൻ കോമഡി പടം, ഇതിനപ്പുറത്തേക്ക് ഒന്നും പറയില്ല പടത്തില്. അയ്യോ, രശ്മിയൊക്കെ നാഷണൽ അവാർഡ് ഉറപ്പാണ് കേട്ടോ. രശ്മിക പറഞ്ഞിരുന്നു നാഷണൽ അവാർഡ്. നാഷണൽ അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞു. കിട്ടും, എങ്ങനെ കിട്ടാണ്ടിരിക്കും? ഇതേപോലെ കോമഡി ചെയ്യാണ്ടെന്ന ചോദിച്ചിരിക്കാതിരിക്കും. എന്റെ പൊന്നു, എന്തായാലും എല്ലാരും വരണം. ഫ്രണ്ട്സായിട്ട് വന്ന് കോമഡി ആയിട്ടൊന്ന് കാണാൻ പറ്റും. അവരാതെ അറ്റ് സ്പീക്ക്. സുകുമാർ എന്തിനാണ് ഈ പാർട്ട് വർക്ക് എടുക്കാൻ പോയത്? വേറെ പാർട്ടുണ്ട്, വിലയും കളയാൻ. പാപ്പന് പ്രധാന പ്രശ്നം അല്ലു അർജുൻ, രശ്മിക, ഇവരാണ് പ്രധാന പ്രശ്നം. ഇവരെ മാറ്റി നിർത്തിയ കുറച്ചെങ്കിലും പടം നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു. സെന്റിമെന്റ്സ് എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് വാരിസ് കണ്ടാണ് എഴുതിയെന്ന് തോന്നുന്നു. ക്ലൈമാക്സ് ഫുൾ സെന്റിമെന്റ്സ്. എടാ ഏഷ്യാനെറ്റിന് എന്തോ മറ്റേ ഏഷ്യാനെറ്റിന് സ്പെഷ്യൽ താങ്ക്സ് കൊടുത്തിരുന്നു. മറ്റേ സീരിയലിന്റെ കോപ്പി റൈറ്റ് കിട്ടിയെന്ന് തോന്നുന്നു. ഇമോഷണൽ ആയിട്ടാണോ പടം എന്റെ കോമഡി ഇമോഷണൽ അല്ല, പക്കാ കോമഡി. അങ്ങനെയാണ് എന്റെ ഇരിക്കണം. അമ്മോ, പാർട്ട് 3 എന്നൊക്കെ പറയും. എനിക്ക് തോന്നുന്നു പാർട്ട് 3 ഇതിനെക്കാട്ടി കോമഡി ആയിട്ടായിരിക്കും എടുക്കാൻ പോണത്. എന്തായാലും പാർട്ട് 3 ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് വരും, ഉറപ്പാണ്. പിന്നെ ചിരിക്കണ്ടേ? അതേപോലെ അതേ അഭിപ്രായമുള്ളൂ എനിക്കും. ചെയ്യാൻ നോക്കിയ ഒരു കാര്യം, വന്നതൊരു കാര്യം. കണ്ടോണ്ടിരിക്കുക, അതൊരു നല്ല കാര്യം. അതുകൊണ്ട് രാവിലെ എണീറ്റ് വന്നത് അത്രയ്ക്ക് വേസ്റ്റ് ഇല്ലെന്ന് പറയാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പടത്തില് രശ്മിക വേണ്ടായിരുന്നു. രശ്മിക ഈ പടം ഇല്ലാതാക്കിയെന്ന് തന്നെ പറയാം. രശ്മിക ഒന്നാം ഭാഗത്തിലെ നായിക. അത് തന്നെ, ഒന്നാം ഭാഗത്തിന്റെ ഒപ്പം പോരാ. ഇത് കൊള്ളൂല. ഈ പടത്തിന്റെ അന്തസ് ഇല്ലാതായിക്കളാം. ഇതുപോലുള്ള രശ്മിക ഇല്ലാതെ എങ്ങനെയാ ചെയ്യാൻ പറ്റുക? പുഷ്പയുടെ ഭാര്യയായിട്ട് വന്നില്ലേ, തുടർന്ന് പോകണ്ടേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്ത അഭിപ്രായമായിട്ട് രശ്മിക വേണ്ടായിരുന്നു. എന്തിനാണ്